മതി. അതിൽ ഫുള്ള് പാറപ്പുറമാണ്. ആകെ പേച്ചുറക്കാവുമ്പത്ത് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുനെ റോഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്ന പുലിയും സാധനങ്ങളൊക്കെ ഉണ്ട് എന്നാട്ടാ. എനിക്കറിയില്ല സംഭവം എന്താന്ന്. അതെ, അവിടെ കുരങ്ങനെ ഫുഡ് കൊടുക്കരുതെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എന്തൊക്കെയുണ്ട് മച്ചന്മാരെ ശേഷം? അസ്സലാമു അലൈക്കും. ഞങ്ങൾ സ്വന്തം വൈറ്റ് മച്ചാൻ. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഉള്ളത് വിസാപ്പൂർ ഫോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതേ നമുക്ക് കുറച്ച് ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണത്. അടിപൊളി ഫോർട്ടാണെന്ന് തോന്നുന്നത്. ഇവിടുന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ, അവിടെ ഒരു ഫോർട്ട് പോലെ സംഭവം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഗൈസ് എങ്ങനെയായാലും മുകളിലോട്ട് കയറി നോക്കാം. അല്ലോ എന്ത് ചെയ്യാ, ഗൈസ് കുറച്ച് ഇതേപോലെ കുറച്ച് അഡ്വഞ്ചർ ചെളിയിലൂടെ നടക്കണം. എന്നിട്ട് കുറച്ച് അങ്ങ് ട്രക്കിംഗ് ആട്ടോ കൂടുതൽ വരുന്നത്. അപ്പോൾ ഗൈസ് നമ്മളിങ്ങനെ ഇതേ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്തെല്ലാം കാണാൻ കിടക്കുന്നത് അറിയില്ല. സ്റ്റെപ്പും കാര്യങ്ങളൊന്നുമില്ല, ഫുൾ പൊത്തിപ്പിടിച്ച് കയറുന്ന പോലെ ട്രക്കിംഗ്, അടിപൊളി ട്രക്കിംഗാണെന്ന് പറഞ്ഞു കേട്ടത്. എങ്ങനെ നമുക്ക് പോകാൻ വഴിയെ കണ്ടറിയാം കേട്ടോ. ഇതേ കാണുന്ന മുകളിലോട്ടാണ് നമുക്ക് ഇനി ട്രക്ക് ചെയ്ത് ഇങ്ങനെ കയറേണ്ടത് കേട്ടോ. ഏകദേശം 1 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത്. അറിയത്തില്ല ഗൈസ്. ട്രക്കിങ് ഭയങ്കര, കുറച്ച് പേര് പറഞ്ഞു ഭയങ്കര ഡേഞ്ചറാണ്, കുറച്ച് പേര് പറഞ്ഞു കാട്ടുപോത്തുണ്ട് അതുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എങ്ങനെയായാലും നമുക്ക് വഴിയെ കണ്ടറിയാം. എന്തും നേരിടാൻ നമ്മൾ തയ്യാറെടുപ്പിലൂടെ നമ്മൾ പോവാം കേട്ടോ. മുന്നോട്ട് പോവാണ്. അതെ, കുറേ പേര് തിരിച്ച് വരുവാണോ തഞ്ഞ് മടങ്ങി വരുവാണോ എന്നറിയില്ല കേട്ടോ, പോകാൻ പറ്റാഞ്ഞിട്ട്. അതിൽ അത്യാവശ്യം നല്ല ട്രക്കിംഗ് ഉണ്ടെന്നാണ് കണ്ടവർ മൊത്തം. ട്രക്കിങ് ഭയങ്കര ഡേഞ്ചറാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ കുറച്ച് പേര് പറഞ്ഞ് കാട്ടുപോത്തുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടോ. കുറച്ച് പേര് തിരിച്ച് പോകുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വിസാപ്പൂർ ഫോർട്ട് വിസിറ്റ് ചെയ്തിട്ട് നമ്മൾ വരത്തുള്ളൂ. അങ്ങനെ ഒരു ലക്ഷ്യമുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് പോയി നോക്കാം അവിടുത്തെ അവസ്ഥ എന്താണെന്നുള്ളത് ഒരിക്കലും അറിയത്തില്ല കേട്ടോ. ഗൈസ് നമ്മൾ വരണേക്ക് കുറച്ച് ആൾക്കാരെ കണ്ട്, അപ്പോൾ ഇവരെ വീഡിയോയിൽ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞത്. അങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്ത കേട്ടോ. ഫ്രോം പുനെ. ഓക്കെ ഓക്കെ, പ്രോപ്പർ ചെയ്യാം. അപ്പോൾ ഇവിടെ ലോക്കൽസ് ആട്ടോ. ചാനൽ വൈറ്റ് മച്ചാൻ വ്ളോഗ്. വൈറ്റ് മച്ചാൻ വ്ളോഗ്. ഗൈസ് അവർ ക്യാമറയിൽ ഉൾപ്പെടുത്തണം, വീഡിയോയിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എടുത്തു കൊടുത്താൽ കേട്ടോ. അപ്പോൾ ഗൈസ് ഇവിടെ കുറേ കടകളൊക്കെ കാണാൻ നിങ്ങൾക്ക്. ഈ മാഗി, അതുപോലെ കമ്പം ചുട്ടത്, പുഴുങ്ങിയത്, അങ്ങനെ കമ്പം കൊണ്ടുള്ള കുറച്ച് പരിപാടികളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി ഇവിടെ നിന്ന് അങ്ങ് ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നു. എത്ര കിലോമീറ്റർ ഉണ്ടെന്നുള്ള അറിയത്തില്ല. ഇത് ഇവിടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് സംഭവം. ഈ കാണുന്ന സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടോ പഠിച്ചോനെ? അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്ന പുലിയും സാധനങ്ങളൊക്കെ ഉണ്ട് എന്നാട്ടാ. എനിക്കറിയില്ല സംഭവം എന്താന്ന്. അതെ, അവിടെ കുരങ്ങനെ ഫുഡ് കൊടുക്കരുതെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് കയറി നോക്കാം അല്ലേ. എന്തെങ്കിലുമൊക്കെ തിരിച്ചു വരുന്നുള്ള അറിയത്തില്ല കേട്ടാ. എങ്ങനെയാലും പോയി നോക്കാം. തന്നെ തോന്നുന്നുണ്ട്. ഇതാ ഇത് സ്റ്റെപ്പ് ഇതാണോ അതാണോ ഏതാന്ന് തോന്നുന്നു, അറിയില്ല. ഏതാണ് വൈ? ഏതാണ് വൈ ഗൈസ് അറിയില്ല. വിസാപ്പൂർ ഫോർട്ട് ഇതിന് മുകളിലാണോ? ഇവിടെ നിന്ന് അങ്ങ് ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തിട്ടോ. ഇനി നമ്മൾ ഈ കാട്ടിലൂടെ അങ്ങ് മേളോട്ട് സഞ്ചരിക്കുന്നത്. ആൾക്കാരൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. നമുക്ക് കയറി നോക്കാം ഇനി എന്താണ് അവസ്ഥ എന്നുള്ള അറിയില്ല കേട്ടോ. മേലത്തത് ഗൈസ് ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കുക. ഒരിക്കലും വൈകുന്നേരം 5 മണി 6 മണിക്കൊന്നും ഒന്നും ഇവിടെ കയറരുതിട്ടാ. തിരിച്ചിറങ്ങുമ്പോൾ ഇരുട്ടാവേ. ഇത് കണ്ടോ എൻ്റെ മോനെ, ഫുള്ള് കാട്ടിലൂടെ കേട്ടോ യാത്ര. ഒരു രക്ഷയില്ല. എന്തെങ്കിലുമൊക്കെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വയ്യൊക്കെ ഫുൾ പാറയും മരത്തിൻ്റെ വള്ളികളും ഇതിലെല്ലാം ആണ്. നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആട്ടോ. ഹലോ. കേറണ വൈകി കണ്ടാട്ടാ. ഈ വയ്യൊക്കെ ഇത് രക്ഷയില്ലേട്ടാ. ഫുള്ള് കല്ലുകള്.
എടാ കയറണ നമ്മൾ മാത്രമേ ഉള്ളെന്ന് തോന്നുന്നുണ്ട് കേട്ടാ. എല്ലാവരും ഇറങ്ങി പോക്ക് തുടങ്ങി. നമ്മളിപ്പോഴാണ് കയറണ്. എത്രത്തോളം ദൂരം ഉണ്ടെന്ന് അറിയില്ല. നേരത്തെ ഇറങ്ങണം, അല്ലെങ്കിൽ പണി പാടുവേ. ഗൈസ് അങ്ങനത്തെ പോകുന്ന നോക്കിയാൽ അതേപോലത്തെ വെള്ളത്തിൻ്റെ അരുവികളൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് ഇതിലൂടെ ആയിട്ട് അങ്ങനെ കയറി പോകേണ്ടത്. ആ നല്ല തണുത്ത വെള്ളം. നല്ല തണുപ്പുണ്ട് വെള്ളം. ഇതിലൂടെ നമുക്ക് ട്രക്ക് ചെയ്ത് കയറാൻ. വേണ്ടോ മുന്നോ പോയി അങ്ങ് വേലാത്ര കേട്ടോ നമുക്ക്. അടിപൊളി പോരെ. ഈ കാണുന്ന വഴിയിലൂടെ നടന്നുകൊണ്ട് പാമ്പുണ്ടാവും, പറയാൻ പറ്റില്ല. ഫുള്ള് കണ്ട് കരിങ്ങിൽ അട്ടി ചെയ്താണ്ട് ആൾക്കാർ ഇറങ്ങിയായിരുന്നു നോക്കിയാ. എൻ്റെ മോനെ ഇതങ്ങ് മേലെ വരെ നടക്കണം കേട്ടോ. ഈ വലുത് നമുക്ക് അരിയൂർ ഫോർട്ട് ഇതിനെക്കാട്ടി ഡേഞ്ചറാണ്. അത് നമുക്ക് കയറാറുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ എന്ത് അല്ലേ. നല്ല തണുത്ത വെള്ളം കേട്ടോ. അടിപൊളി. ചെറിയ നല്ല ദുർഘടം പിടിച്ച വയ്യാട്ടോ. ഒന്ന് കാല് തിന്നിയാൽ മതി. അതിൽ ഫുള്ള് പാറപ്പുറമാണ്. ആകെ പേച്ചുറക്കാവും മേത്ത് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനത്തെ ജാതി കയറ്റം ഓട്ടം. ഓരോരുത്തർ ഇരുന്നിട്ടൊക്കെയാണ് ഇറങ്ങിയായിരുന്നു. ആ കാല് വെച്ച് കുത്തിയിട്ട് അവിടെ. ഗൈസ് വേണ്ട ഇത്തിരി അതിലെത്തിട്ടോ. അടക്കിയേ ഞങ്ങൾ മുകളിലോട്ട് കയറണം. ഒരു രക്ഷയില്ല. ഒക്കെ അതച്ചിട്ടോ. പടച്ചോനാ എങ്ങനെ കയറാം, എങ്ങനെ കയറാം. അയ്യോ നോക്കിയ ഇത് കേറ വയ്യന്നെ. ഇത് വീട് ഒന്ന് അതാണ് കേറാൻ സുഖമാണ്. തിരിച്ചിറങ്ങാൻ മന ഒരു ഒന്ന് കാല് തെറ്റിയാൽ മതി. താഴത്ത് കിടക്കുക. ഇതിൽ ഫുള്ള് പാറക്കല്ലുകള്, കൂർത്തിക്കണ പാറക്കല്ലുകളാട്ടോ. ഓ പഠിച്ചാ പോണേ. ആ അവിടെയൊക്കെ ഒരിക്കൽ ഇരുന്നിട്ടൊക്കെ ഇറങ്ങി തരുന്ന ഓരോത്. നമ്മള് ടോപ്പ് ഓഫ് ദ വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുന്നു ഗൈസ്. വളരെ സേഫായിട്ട് എത്തിയിരിക്കുന്നു. അയ്യോ ഗൈസ് ഇതാണ് വിസാപൂർ ഫോർട്ട് കേട്ടോ. I think the history is not available. അങ്ങ് മേളോട്ടൊക്കെ ഇതിൻ്റെ ബാക്കി എനിക്ക് തോന്നുന്നു. യാ ആ ഓക്കെ ഇതാണ് നല്ല പ്രകൃതിയിൽ നിന്ന് ഒലിച്ചു വരുന്ന വെള്ളം. ഇറ്റ്സ് ലൈക്ക് നാച്ചുറൽ വാട്ടർഫോൾ. മന്ദിരുണ്ട് മെയിനായിട്ട്. ഇതിൻ്റെ മുകളിലോട്ട് ഇനിയും കയറാൻ പറ്റൂട്ടോ. ഫുള്ള് കോടയാണ്. മഴ ഇത് തുടങ്ങിയിട്ടാ. നമ്മളെ ഏറ്റവും മരയുടെ മേലെ നിൽക്കണ്ടേ. അപ്പോൾ ഈ വെള്ളം എവിടുന്ന് പോയിക്കൊണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാൻ കേട്ടോ. വെള്ളം എവിടുന്ന് വരുന്നതെന്ന് നോക്കണം നമുക്ക് എങ്ങനെയായാലും. അപ്പം എന്തായാലും നീ ഇവിടുന്ന് അതായിട്ട് സമയം 5 മണി 5:30 എന്തോ ആയിക്കണേ. ഇവിടെ തിരിച്ചിറങ്ങി ഇരുട്ടെങ്ങനെ ആയാട്ടല്ല മോനെ. കുടുങ്ങും മക്കളാ, ഒരു രക്ഷയില്ല. കാടുമാണ്, അതുപോലെ എന്താ പറയാ ഒരു രക്ഷയില്ലാത്ത കോടയാട്ടോ. ഇവിടേക്ക് സ്കോട്ട്ലാൻഡ് പോലെ ഏരിയ, ഫുൾ പച്ചപ്പ് കേട്ടാ, രക്ഷയില്ല. ഇവിടെ ഇങ്ങനെ കുത്തിക്കഴിഞ്ഞാൽ താഴോട്ട് പോകില്ല കേട്ടോ. എടി മോനെ അതിൻ്റെ മേലെ കൊണ്ട് ടെൻ്റ് അടിച്ചാണ്ടല്ലോ, സീന് അടിപൊളിയാവും. രക്ഷയില്ല. അവിടെ നോക്കിയേ
ഒരു സ്കോട്ട്ലാൻഡ് പോലെ പച്ച വിരിച്ചൊരു ഏരിയ കേട്ടോ ഇതിൻ്റെ മുകളിൽ കാണുമ്പോൾ നല്ല രസമില്ല കാണാൻ. അടിപൊളിയിട്ട് ഒരു രക്ഷയില്ല. ഈ കാണുന്നതാട്ടെ വിസാപൂർ ഫോർട്ടിൻ്റെ ഓരോരോ ഭാഗങ്ങളാണ്. എനിക്ക് തോന്നുന്നത് തകർന്നതാണെന്നാണ് തോന്നുന്നു. എൻ്റെ ഒരു നിഗമനം അറിയത്തില്ല കേട്ടോ ഗൈസ്. ആക്ച്വലി ഇനി ഇത്രയേ ഉള്ളൂ എന്ന് അറിയില്ല. ഇവിടെയൊക്കെ ഉണ്ടോ ഒരു വീട് പോലെ ഒരു പാർക്കിലുണ്ട്, പടുത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. മഴ പെയ്തിട്ടാ, മഴ പെയ്ത് ഗൈസ് അങ്ങനെ നമുക്കൊരു സബ്സ്ക്രൈബേഴ്സിന് കിട്ടിട്ടോ. അത് ഈ മലമുകളിൽ എൻ്റെ മോനെ ഒരു രക്ഷയില്ലാത്ത മഴ കേട്ടോ. അത് ഇങ്ങ സൈഡിൽ നിന്ന് കാറ്റടിച്ചിട്ടാണ് മഴ. അതായത് ഞാൻ ഇപ്പോൾ നിൽക്കണ ബാക്ക് സൈഡിൽ നിന്ന് ഇങ്ങോട്ടാട്ടോ കാറ്റടിക്കുന്നത്. കുട തീർത്തിയതാട്ടോ, കുട വമ്പറം പറഞ്ഞ്. കുട തീർത്തിനൊന്നും കാര്യമില്ല കഴിയും. കേട്ടോ ഇവിടെ നിന്നാണെങ്കിൽ അങ്ങോട്ട് നോക്കിയാൽ എൻ്റെ മോനെ ഒരു രക്ഷയില്ല. നമ്മൾ താഴെ ആ കണ്ടോ ഒരു കാർ നിൽക്കുന്നുണ്ട് നിങ്ങൾക്ക്, വെള്ളം ഗ്ലാസ് മേലൊക്കെ വെള്ളം. അത് അവിടെ നിന്നാണ് നമ്മളെങ്ങനെ ട്രെക്ക് ചെയ്ത് ഇങ്ങനെ കയറി കേട്ടോ. ഈ ഒരു പാറക്കനൊരു ഷേപ്പ് ഉണ്ട് ഈ മലക്ക്, ഇങ്ങനെ ഒരു ഫോർട്ട് പോലെ കണ്ടോ. ആക്ച്വലി ഇതാ ഈ കാണുന്നുണ്ടോ, ഇങ്ങനെയാട്ടോ ഫോർട്ടിൻ്റെ ഒരു ഭാഗം വരുന്നത് കംപ്ലീറ്റ്. ഇതുണ്ടോ, ഇതെനിക്ക് തോന്നുന്നത് പഴയ ഫോട്ടോ കേട്ടോ. എനിക്ക് ഇവിടെ അങ്ങനെ ആളുകൾ വിസിറ്റേഴ്സ് കുറവാണ്. മെയിനായിട്ട് ഇവിടെ ട്രെക്കിംഗ് ആണ് മെയിൻ എക്സ്പീരിയൻസ്. ഇതിന് മുകളിൽ കിട്ടുന്ന ഈ കാണുന്ന കാഴ്ച കേട്ടോ. അതെ കോട എങ്ങ് മറിയുക കേട്ടോ. അവിടെ എല്ലാം കംപ്ലീറ്റ് കോട ഇറങ്ങി, അവിടെയുള്ള മലനിരകൾ കംപ്ലീറ്റ് മൂടി കേട്ടോ. ഒന്നും കാണുന്നില്ല. ഇങ്ങോട്ട് നോക്കിയേ വേണ്ട, ഇവിടുന്ന് കോട മുന്തി വരുന്നൊക്കെ. ഇതിന് മുകളിൽ ഉണ്ടോ നല്ല അടിപൊളി കേട്ടോ. എൻ്റെ അടിച്ച സെറ്റോ അടിപൊളി, രക്ഷയില്ലാതെ ക്ലൈമറ്റും കിട്ടും. ഇവിടെ നമുക്ക് ചായ ഒക്കെ ഉണ്ടാക്കി കുടിച്ചാണ്ടല്ലോ. എൻ്റെ സാറേ വേറെ തന്നെ ഫീൽ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഗൈസ് എൻ്റെ മോനെ എവിടെ നിന്നുള്ളത് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിയർ ആയിട്ടുണ്ട്. ഇവിടുത്തെ വ്യൂ ആയിട്ട് നോക്കിയേ, അവൻ്റെ മോനെ സീന് ഒരു രക്ഷയില്ല കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റ് എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റ് ആട്ടോ. ക്ലൈമറ്റ് ഇങ്ങനെ പല നേരത്തിലും പല ടൈപ്പിലും മാറിക്കൊണ്ടിരിക്കും. ഇടയ്ക്ക് കോട വന്ന് മൂടും, ഇടയ്ക്ക് മഴ പെയ്യും. അങ്ങനെയാട്ടോ ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് സിറ്റുവേഷൻ വരുന്നത്. ശേ അങ്ങോട്ടൊക്കെ ഇതാണ്ടോ. അപ്പോൾ അവിടെ ക്ലിയർ ആയിരുന്നോ കോട ഇറങ്ങി വരുന്ന നോക്കിയാൽ. അങ്ങനെ കോട ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് അങ്ങനെ പോകും കേട്ടോ. അങ്ങനെ പോവും. ആ മോനെ സീന് രക്ഷയില്ല. നമുക്ക് ഈ എൻഡിലോട്ടൊന്ന് പോയോ കേട്ടോ. ഒരു നാരങ്ങ കിട്ടിയിട്ടാ, ആരും ഉപയോഗിച്ചാന്ന് തോന്നുന്നു. എങ്ങനെയായാലും നമുക്കിത് ഇവിടെ നിന്ന് താഴോട്ടിട്ട് നോക്കാം. എന്താ അവസ്ഥ എന്നറിയില്ല. നാരങ്ങയാണോ ഒന്നും പറ്റുമെന്നില്ല. അങ്ങോട്ട് എത്തുമോ? ഏയ് ഇല്ല. ഇവിടെ ഒരു കുളം കണ്ടായിട്ടോ താഴെ. അങ്ങോട്ട് എത്തുമായിരിക്കും. ജസ്റ്റ് ഫോർ സീ. അതിൻ്റെ അയലത്ത് പോലും എത്തിയ എൻ്റെ വടിയോടെ വടി കൈസ്. വടി അത്യാവശ്യമാണ് ഇവിടെ കയറി ഇറങ്ങുമ്പോൾ. ദിസ് ഈസ് മൈ വടി. എനിക്ക് താഴെയൊന്നും കിട്ടിയ കേട്ടോ. ആരോ ഉപയോഗിച്ചോളാണ്. എന്തായാലും കുഴപ്പമില്ല, നല്ല സ്ട്രോങ് ആണ്. ഗൈസ് ഫോർട്ടിൻ്റെ ഇവിടെ നിന്നുള്ള കാഴ്ച കണ്ടോ. അവിടെ ഇപ്പോൾ കോട മൂടി ഇതൊരു മതിൽ പോലെ ഇങ്ങനെ കെട്ടിയിരിക്കണം കേട്ടോ. അവിടെ തടം കെട്ടിയ പോലെ കെട്ടി നിർത്തിയ പോലെയാണ്. അപ്പോൾ അവിടെ കോട മൂടി. അവിടെ വെള്ളച്ചാട്ടമുണ്ട്. ഇതൊക്കെ ഫോർട്ടിൻ്റെ ഓരോരോ ഭാഗങ്ങളാട്ടോ. എനിക്ക് തോന്നുന്നത് ഫുള്ള് തകർന്നതാവാനാണ് ചാൻസ്. ഒന്ന് ഇവിടെ അത്ര ഒരു പോപ്പുലർ അല്ല എനിക്ക് തോന്നുന്നതാണ്. പക്ഷെ സഞ്ചാരികൾ ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട്, എന്നാലും അത്രയ്ക്ക് കണ്ടില്ല കേട്ടോ. കേട്ടോ അങ്ങനെ ഓരോരോ അവരൊന്ന് നിർമ്മിച്ച ഓരോരോ ഭാഗങ്ങൾ മാത്രമേ ഇവിടെ കാണാൻ പറ്റുന്നുള്ളൂ കേട്ടോ. മെയിനായുള്ള പിന്നെ മുകളിലൊരു മന്ദിരുണ്ട്. അവിടെ
അങ്ങോട്ട് ഞങ്ങൾ പോയിട്ടില്ല. അവിടെയൊക്കെ കോട മൂടിയിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ. ആകെ നമ്മളിത് ഈ മലഞ്ചേരിയിലൂടെ എങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് പുറത്തോട്ട്. ഇവിടെ എല്ലാം ഇതിൻ്റെ ഭാഗങ്ങളുണ്ടെന്നാണ് തോന്നുന്നു. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അവിടെ നോക്കിയാൽ നല്ല ഡെപ്തായിട്ട് താഴോട്ട് തൊട്ട് ഇത് കണ്ടോ. ഇതൊക്കെ ഇതിൻ്റെ ഓരോരോ ഭാഗങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. പൈസ് അങ്ങോട്ട് നോക്കിയേ പൈസ്. ഇതേ ഇപ്പോൾ കാലാവസ്ഥ തെളിഞ്ഞിട്ടുണ്ട്. അടുത്ത കോട മിന്നി വീണ്. ഇതാണ് പൈസ് ഇവിടുത്തെ ഒരു പ്രശ്നം. നമുക്ക് ഇവിടുന്ന് ഒരു നല്ലൊരു വിഷല് കിട്ടത്തില്ല. ഫോൺ എടുത്താൽ അപ്പം പോയി. ഇതുണ്ടോ അടിപൊളി കണ്ടോ. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ക്ലിയറായിട്ട് നല്ല വിഷല് കാണാൻ പറ്റും. അടിപൊളി രക്ഷയില്ല. അവിടെ ആൾക്കാരുണ്ട് കേട്ടോ കൂക്കണ്. അവിടെയൊക്കെ എന്നുണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഇതെല്ലാം തകർന്നതാണ് സത്യം പറഞ്ഞാൽ. ഫുൾ തകർന്ന നിലയിലാണ് കാണുന്നത് കേട്ടോ. ഇവിടെ എല്ലാം സത്യം പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഇടിഞ്ഞടിക്കാൻ നല്ല അടിയിലൊക്കെ പോയിട്ടുണ്ട്. ഇതിന് മുകളിലൊന്നും കയറാൻ പറ്റത്തില്ല കേട്ടോ. എന്നുണ്ടോ ഓരോ ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അതേ ഫുൾ നശിച്ചിരിക്കണം കംപ്ലീറ്റ്. അപ്പോൾ ഇവിടെ നിന്നുള്ള കാഴ്ചകളെ നിങ്ങൾക്ക് ഇവിടെ കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റും. നല്ല രീതിയിലുള്ള വ്യൂ പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാം. നമ്മൾ അങ്ങനെ നടന്നു നോക്കുക കേട്ടോ. ചുറ്റുപാറ നടക്കാമെന്ന് വെച്ചാൽ ഇഷ്ടംപോലെ നടക്കാണ്ട്. കുറച്ച് ഭാഗം നടന്നിട്ട് ഞങ്ങളെ കാണിക്കാം. കണ്ടോ ഇതെല്ലാം അതിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ ബുദ്ധിസ്റ്റ് കേവ്, അതുപോലെ നമ്മൾ ഇന്നലെ കണ്ട ഫോർട്ട് കേവ്, അതൊക്കെ എന്ന് പറഞ്ഞാൽ മല പാറ തുരന്നുണ്ടാക്കിയതാണ്. ഇതങ്ങനെയല്ല. ഇത് പാറക്കല്ല് ചെത്തി മിനുക്കി ഷേപ്പാക്കിയിട്ട് അതുകൊണ്ട് പടുത്തുണ്ടാക്കിയ ഒരു ഫോർട്ടാണ് നിങ്ങൾ കാണുന്നത്. കണ്ടോ. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി വിഷ്വൽസ് ആട്ടോ കിട്ടും. നല്ല ഈ മൺസൂൺ സീസണിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല എന്താ പറയുക അടിപൊളി ഒരു ക്ലൈമറ്റ് ആട്ടോ. ഈ വിൻ്റർ സീസണിൽ നിങ്ങൾക്ക് കിട്ടുക എന്താ പറയുക നല്ല കോളം മൂടിക്കണ കുറച്ച് കിടിലം വ്യൂസും എന്താ പറയുക നല്ല അടിപൊളി താഴോട്ടുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ നിങ്ങൾ ഇവിടെ വരുന്ന എങ്ങനെയായാലും വിസിറ്റ് ചെയ്യാം കേട്ടോ. ഒരു രക്ഷയില്ലാത്ത പ്ലേസാണ് ഗൈസ്. നമ്മൾ താഴെ കണ്ടില്ലേ കുറച്ച് കടകൾ, അത് ഞാൻ കാണിച്ചിട്ടേ. ഇതേ കണ്ടോ നമ്മൾ താഴത്തെ കണ്ട കടകളാണ് ആ കാണുന്നത്. നമ്മളങ്ങനെ ഇവിടെ നടന്ന് അങ്ങനെ വന്നത്. അവിടോടാണ് വണ്ടി നിർത്തിയത് എനിക്കറിയില്ല. ഇങ്ങനെ കയറി കുത്തനെ ഇങ്ങോട്ടൊരു കയറ്റം കേട്ടോ. അതാണ് ഇപ്പോൾ നമ്മൾ ട്രക്ക് ചെയ്ത് കയറിയത് കേട്ടോ. അതൊക്കെ ഇപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥ തെളിഞ്ഞ് വരുന്നു. ഇടയ്ക്ക് കോട എങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ കാറ്റിന്. ഒരു രക്ഷയില്ലാത്ത വിഷയമാട്ടോ കിട്ടണം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഫോർട്ടിൻ്റെ മെയിൻ വ്യൂ കാണാൻ പറ്റും വെച്ചാൽ ഫോർട്ട് ഏകദേശം തകർന്ന നിലയിലാട്ടോ നിൽക്കുന്നത്. ഇത് കണ്ടോ ഇതെല്ലാം തകർന്നതാണോ ഇനി തകർത്തതാണോ എന്നുള്ളത് അറിയത്തില്ല വയസ്സ്. നിങ്ങൾക്കിത് ഇവിടെ ആകെ ഇപ്പോൾ നിലവിൽ ഞാൻ കണ്ടത് ഈ കാണുന്ന ഒരു ഫോർട്ടിൻ്റെ ഒരു ഭാഗം കേട്ടോ. അതുണ്ടോ ഇതാണിപ്പോൾ ഞങ്ങൾ നിലവിൽ കണ്ടിട്ടുള്ളത്. കണ്ടോ ഫോർട്ടിൻ്റെ ഒരു ഭാഗമാണ് ഈ കാണുന്നത്. എടാ ഇർഷാദേ ഇതിനകത്തോട്ടുണ്ടാ എന്തേലും ഉണ്ടാന്ന് അറിയത്തില്ല. കണ്ടോ ഇതാണ് ഇവിടെ വന്നിട്ട് രണ്ട് ഫോർട്ടിൻ്റെ ആകെ കണ്ട ഇത് ഇതാട്ടോ ഒരു ഗുഹ പോലത്തെ വഴി. അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് അറിയത്തില്ല. എവിടെ ഇങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ വെള്ളം ചാടുന്നുണ്ട് കേട്ടോ. കണ്ടോ ആകെ ഇത് കണ്ടത് ഇതാണ് മെയിനായിട്ട് കണ്ടത്. അപ്പോൾ ഗൈസ് നമ്മൾ ഇതും ഈ മലയുടെ ചുറ്റുവട്ടത്തൊക്കെ നമ്മൾ ഇങ്ങനെ നടന്നിട്ടോ നല്ല അടിപൊളി വിഷ്വൽസാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഞാൻ തിരിച്ചിറങ്ങുന്ന വഴി ഞാൻ കയറിയ വഴി നിങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ. ആ വഴിയിലൂടെ ഇനി തിരിച്ചിറങ്ങണം കേട്ടോ. എനിക്ക് ആകെ പേടി ഈ ചെരുപ്പാട്ടോ. ചെരുപ്പ് ചിലപ്പം എന്നെ വൈത്താൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഗൈസ് ഞാൻ ഇറങ്ങണ വിഷ്വൽസ് ഞാൻ വല്ലാണ്ട് എടുക്കണില്ല. നമുക്ക് ഇനി എങ്ങനെയായാലും ഗൈസ് ഇതൊന്ന് ഇറങ്ങട്ടെ കേട്ടോ. നല്ല ഡെപ്താണ്. ഇതേ കണ്ടോ അവിടെ നോക്കിയാൽ ഈ കാണ പാറക്കെട്ടിലൂടെ എങ്ങനെ ഇറങ്ങണം കേട്ടോ. രക്ഷയില്ല എന്ന് പറഞ്ഞാൽ രക്ഷയില്ലാത്ത അഡ്വഞ്ചറാണ് ഗൈസ്. ഇവിടെ വീണ് കഴിഞ്ഞാൽ പാറകളാണ് ഇങ്ങനെ ഓരോ കല്ല് അതിലൊക്കെ പോയി തലയൊക്കെ അടിച്ച് കഴിഞ്ഞാൽ ആള് കാലിയാവും. അപ്പോൾ ഗൈസ് ഞാൻ വേണ്ട ഈ കാണ വാതയിലൂടെ അങ്ങനെ ഇറങ്ങി പോകണ്ട. അവിടെ കൂടെ ആൾ പോകണുണ്ട് നിങ്ങൾ
അപ്പോൾ ഗൈസ് എങ്ങാനും താഴെ എത്തിയിട്ട് കാണാം കേട്ടോ. അതാണ് ഏറ്റവും നല്ല. എനിക്കിത് പിടിച്ചിട്ട് ഇറങ്ങാൻ വയ്യ, 2 കൈ പിടിച്ച് ഇറങ്ങണം, അല്ലാണെങ്കിൽ പണി പാളും. അപ്പോൾ ഗൈസ് എങ്ങനെയാലും നമുക്ക് താഴത്ത് തീര് കാണാം. അങ്ങനെ കയറിയിട്ട് എത്തുന്നതേ നമ്മൾ തിരിച്ചെത്തിട്ടോ. എൻ്റെ പൊന്നു കാലൊരു പരിവായി ഗൈസ്. കണ്ടോ സന്തോഷകരമായി നമ്മൾ താഴെ എത്തിയിരിക്കുന്നു ഗൈസ്. അതെ മേലെ കണ്ട കടകളില്ലേ. എന്താ മുദ്രാവാക്യം വിളിക്കണ്ട? ഓളെന്താ മുദ്രാവാക്യം വിളിക്കണ്ട? അപ്പോൾ അതെ നമ്മൾ താഴെ എത്തിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ മോനെ 1.5 ട്രക്കിംഗ് ആണ്. അടിപൊളി കേട്ടോ. ഫസ്റ്റ് ടൈം ഇവിടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ കേട്ടോ. അടിപൊളി ട്രക്കിംഗ് ആണ്. മേലെ നിങ്ങൾ വിസാപൂർ ടെമ്പിള് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ വെച്ചിട്ട് കുറേ തകർന്ന രീതിയിലാണ് കിടക്കുന്നത്. നിങ്ങൾക്ക് മേലെ കയറി കഴിഞ്ഞാൽ അടിപൊളി വ്യൂ, അടിപൊളി ക്ലൈമറ്റ് കേട്ടോ. ഒരു രക്ഷയില്ല. വരികയാണെങ്കിൽ നിങ്ങൾ, ഞാൻ പറഞ്ഞില്ല, ഈ വിൻ്റർ സീസണിൽ നിങ്ങൾ വരണം. ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റാണ്. അപ്പോൾ നമ്മൾ നാളെ പോണത് അതായത് എന്താ പറയുക, പൂനെ, അതായത് നമ്മളെ ഹരിയർ ഫോർട്ട് ഭാഗത്തോട്ടാണ്. അങ്ങനെ നാസിക് ഭാഗത്തോട്ടാണ് നമ്മൾ നാളെ യാത്ര ചെയ്യുന്നത്. നാളെ ഫുൾ യാത്രയാണ്, ഫുൾ റൈഡാണ്. മറ്റന്നാളാണ് നമ്മൾ ഹരിയർ ഫോർട്ടിലെത്തുക. അപ്പോൾ ഗൈസ് എല്ലാവരും മഹാരാഷ്ട്രയിൽ ആരെങ്കിലുമൊക്കെ ഇതുവരെ ടൂറിസ്റ്റ് ചെയ്യാൻ ട്രാവൽ ചെയ്ത് വരണം താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു കേട്ടോ. പുതിയ ആളുകൾ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ ഞങ്ങൾ സ്വന്തം വൈറ്റ് മച്ചാൻ. അപ്പോൾ സീ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.